വിശുദ്ധന്മാരായ ദൈവദാസീദാസന്മാർക്ക് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം. നിങ്ങൾ ഈ കേൾക്കുന്നത് G2R പ്ലാറ്റ്ഫോമിൽ നിന്ന് കുരുവിള വർഗീസ് എന്ന ദൈവദാസൻ നിങ്ങളുടെ മുൻപാകെ തിരുവചനത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പ്രസ്താവിക്കുന്ന ദൈവവചന ശുശ്രൂഷയാണ്. ഈ വചന ശുശ്രൂഷ പരമ്പരയിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ, അഥവാ ആദ്യ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന വിഷയങ്ങളെ ഏകീഭവിപ്പിച്ചുകൊണ്ട് വചനശുശ്രൂഷ നടത്തുന്നതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിന് ഈ പേര് വരുവാൻ കാരണം. അതിൽ പഴയ നിയമ പുരോഹിതന്മാർ, യാഗങ്ങൾ, യാഗവസ്തുക്കൾ, അത് മാറ്റി ഏകയാഗമായി തീർന്ന യേശുക്രിസ്തു, പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിതവർഗം. പഴയ നിയമത്തിൽ യാഗങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന പുരോഹിതന്മാർ, അവർക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു മഹാപുരോഹിതൻ. പുതിയ നിയമത്തിൽ നാം അർപ്പിക്കുന്ന ആത്മീയ യാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃസഭയിലെ ദൈവദാസന്മാർ, അവർക്ക് നേതൃത്വം തരുന്ന രാജകീയ പുരോഹിതവർഗത്തിൻ്റെ മഹാപുരോഹിതൻ യേശുക്രിസ്തു. ഈ വിഷയങ്ങളെ ഏകീഭവിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വചന ശുശ്രൂഷ നടത്തുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ ആവർത്തന വിരക്തി തോന്നരുത്, കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുക. ഇപ്പോൾ പഠിക്കുന്നത് പഴയ നിയമ യാഗങ്ങൾ തുടർച്ചയാണ്. യാഗം സാക്രിഫൈസ് എന്ന ഇംഗ്ലീഷ് പദം എബ്രായ ഭാഷയിൽ സേബാഹ് ZEBAH എന്നും ഉൽപ്പത്തി പുസ്തകം 31:54, യവന ഭാഷയിൽ ഥൂസിയ THUSIA എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 5:1 7:27 പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് കാണാം. രണ്ട് പദങ്ങൾക്കും മനുഷ്യർ ദൈവത്തോട് ചെയ്യുന്ന പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും അവനിൽ നിന്ന് വരുന്ന നിയമമനുസരിച്ച് വഹിക്കേണ്ട ശിക്ഷ, അപരാധം, പിഴ എന്നിവ അവനു പകരം, പാപം ചെയ്യുന്ന വ്യക്തിക്ക് പകരം ജീവനുള്ളതും വിശുദ്ധവും ഊനം ഇല്ലാത്തതുമായ ഒരു മൃഗത്തെയോ പറവയെയോ, അഥവാ പ്രാവ്, കുറുപ്രാവ്, പ്രാവിൻ കുഞ്ഞ്. ലേവ്യ പുസ്തകം 1:14 മുതൽ 17 വരെ, 5-ാം അധ്യായം 7, 11, 12:8. യഹോവയുടെ സന്നിധിയിൽ പുരോഹിതൻ്റെ മുൻപാകെ കൊണ്ടുവന്ന് കഴുത്തറുത്ത് രക്തം ചിന്തി പ്രായശ്ചിത്തം വരുത്തിയ ശേഷം അവയുടെ ശരീരത്തെ ശുദ്ധി ചെയ്ത് യാഗപീഠത്തിന്മേലുള്ള തീയിൽ അഗ്നി കൊണ്ട് ദഹിപ്പിച്ച് ഥൂസി അഥവാ ഭസ്മം, ചാരം അല്ലെങ്കിൽ വെണ്ണീരാക്കുക എന്നാണ് യാഗം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പദങ്ങളൊക്കെ മൂലഭാഷയിൽ നിന്നെടുക്കുന്നതിൻ്റെ കാരണം, ഇതിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് നാം ഗ്രഹിക്കുക എന്നുള്ളത് മാത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി താൻ നിർവഹിച്ച പരമയാഗത്തിൽ ഉള്ള വിശ്വാസമത്രേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഐഹികവും കാതോലികവുമായ അടിസ്ഥാന ഉപദേശം. വേറെ ഒരു ഉപദേശവുമില്ല. അതത്രേ സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദുവും. ഈ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ആരംഭവും ജീവധാതുവും പരമോന്നതനായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിനെ ആചരിക്കുവാനും പ്രമാണിക്കുവാനും തൻ്റെ ദാസനായിരുന്ന മോശെ മുഖാന്തരം നൽകപ്പെട്ട മോശൈക ന്യായപ്രമാണത്തിൽ കൂടി, എബ്രായ ഭാഷയിൽ തോറ എന്നാണ് മോശയിൽ കൂടെ കൊടുക്കപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെ പേര്, അതുമാത്രമേ അവർക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. തൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനം മോശെ നൽകിയ യാഗപ്രമാണങ്ങൾ അക്ഷരികമായി അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്തതിൽ കൂടി അലിഖിത സത്യങ്ങൾ: 1 അനുസരണം, 2 വിശ്വാസം, 3 മാനസാന്തരം, 4 അനുതാപം, 5 പശ്ചാത്താപം എന്നിവയെ ഉളവാക്കി. അതുകൊണ്ടത്രേ ദൈവം യാഗസംബന്ധമായി അവർക്ക് നൽകിയ സകല പ്രമാണങ്ങളെയും
വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ തലമുറ തലമുറയായി അവർ പ്രമാണിച്ചു വന്നത്. ഇസ്രായേൽ ജനങ്ങളോ അവരുടെ ജീവിത സന്ധാരണത്തിനായി മാത്രം പ്രധാന സ്രോതസ്സായിരുന്ന മൃഗങ്ങളെ അത്രേ അവർ ദൈവത്തോട് ചെയ്ത കൽപ്പന ലംഘനങ്ങൾക്കും പ്രായശ്ചിത്തമായി അർപ്പിച്ചു വന്നത്. അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ മാർഗം മൃഗങ്ങളായിരുന്നു. അവർ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ മൃഗങ്ങളെയാണ് അവർ അർപ്പിച്ചു വന്നത്. മൃഗങ്ങളിൽ കൂടെയുള്ള പ്രായശ്ചിത്ത സംവിധാനം ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പരസ്യമായ പ്രദർശനം അത്രേ. അതിനുള്ള തെളിവുകൾ താഴോട്ട് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. അതിനു പകരം പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന ദൈവത്തിൻ്റെ അഖണ്ഡിതമായ നിയമത്തിൻ പ്രകാരം വാക്യങ്ങൾ കേൾക്കുക. എഹെസ്കേൽ പ്രവചനം 18:4, 19, റോമർക്കെഴുതിയ ലേഖനം 6:23. പാപം ചെയ്യുന്ന വ്യക്തി അതിന് പ്രായശ്ചിത്തമാവണ്ണം അതാത് നേരത്തിൽ മരിക്കുമായിരുന്നുവെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ വാക്യങ്ങളിൽ കൂടി ഇത്തരുണത്തിൽ കണ്ണോടിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8:46 ശലോമോൻ ആലയത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കെട്ടിയ പ്രസംഗപീഠത്തിൽ നിന്ന് സ്വർഗത്തേക്ക് നോക്കി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. തൻ്റെ പുസ്തകമാകുന്ന സഭാപ്രസംഗിയിലും ഇതേ വാക്യം 7:20 അവൻ ആവർത്തിച്ചു പറഞ്ഞു, പാപം ചെയ്യാതെ നീതി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനുമില്ലല്ലോ. റോമർക്കെഴുതിയ ലേഖനം 3:23 പാപം ചെയ്ത നാം എല്ലാവരും പാപം ചെയ്ത് ദൈവദയസ് ഇല്ലാത്തവരായി തീർന്നു. കൊരിന്ത്യർക്കെഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 4:4 എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരുന്നില്ല. യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 1:8 പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അറിഞ്ഞും അറിയാതെയും മനുഷ്യർ ചെയ്യുന്ന ഏത് അപരാധത്തിനും ഒരു മൃഗത്തിൻ്റെ രക്തം ചിന്തിയുള്ള യാഗം മൂലം പാപപരിഹാരം നടത്തുവാനുള്ള വ്യവസ്ഥ നൽകിയതിനാൽ അതിൽ കൂടി പരിശുദ്ധനായ ദൈവത്തിന് മനുഷ്യനോടുള്ള നിർവ്യാജവും നിത്യവുമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലത്രേ അത് കാണുന്നത്. നേരത്തെ ചിന്തിച്ചതുപോലെ അതിനു പകരം പാപം ചെയ്യുന്ന വ്യക്തി ആരോ അവൻ ആദ്യമായി തന്നെ മരിക്കണം എന്ന നിയമമായിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർ ജീവനോട് ഇരിക്കുമായിരുന്നു? പാപം ചെയ്യാത്തവരില്ലല്ലോ. എന്നാൽ അതിനു പകരം നമ്മുടെ സ്വത്ത് സൗഭാഗ്യങ്ങളിൽ സ്രോതസ്സായിരിക്കുന്ന ഒരു മൃഗത്തെ അർപ്പിക്കുക, അതിൽ കൂടെ നമുക്ക് വിടുതലുണ്ടെന്ന് പറഞ്ഞതിൽ കൂടെ എത്രയോ ആശ്വാസമാണ് ലഭിച്ചത്. ഇനിയും ശ്രദ്ധിക്കേണ്ടത് പഴയ നിയമവും രക്തവും. ഈ ലോകത്തിലുള്ള സകല മതവിശ്വാസികളുടെയും മനസ്സിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമസ്യ യാഗങ്ങളും അതിൽ കൂടെ ചൊരിയപ്പെടുന്ന രക്തവും എന്നുള്ളതത്രേ. കാരണം യാഗങ്ങൾ വഴി ചൊരിയപ്പെടുന്ന രക്തം ആദിയായ പ്രവൃത്തികൾ കേവലം ക്രൂരവും പ്രാകൃതവുമാകുന്നു എന്നുള്ളതത്രേ. ഒരു മൃഗത്തെ കൊണ്ടുവരുന്നു, അറിയാതെ അവ യാഗാർപ്പൻ്റെ കൂടെ വരുന്നു, കെട്ടി താഴെയിടുന്നു, യാതൊരു ദൈവമില്ലാതെ കത്തി കൊണ്ട് അതിനെ കഴുത്തറക്കുന്നു. ഇതൊക്കെ ക്രൂരവും പ്രാകൃതവുമാകുന്നു ഉള്ളതത്രേ. ഈ വിഷയത്തിൽ ഉപാൽബലമായി അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുവാൻ പഴയ നിയമയാഗങ്ങളും രക്തച്ചൊരിച്ചിലും എന്ന വിഷയത്തെ വളരെ സംക്ഷിപ്തമായി ഒരു പാഠമായി നാം ഗ്രഹിക്കേണ്ടതത്രേ. ശ്രദ്ധിക്കുക, വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടുള്ള രക്തച്ചൊരിച്ചിൽ പരമോന്നതനായ ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദം ഹവ്വമാർ ദൈവം കൽപ്പിച്ച കൽപ്പനയുടെ അനുസരണക്കേടിനാലും ലംഘനത്തിനാലും നഷ്ടപ്പെടുത്തിയ ദൈവ തേജസ്സും അതിനാൽ അവരിരുവർക്കും ഉണ്ടായ നഗ്നതയും മറയ്ക്കുവാൻ അറുക്കപ്പെട്ട ഒരു മൃഗത്തിൻ്റെയും അതിൻ്റെ തോൽ കൊണ്ട് അവരെ നഗ്നത മറച്ച ഉടുപ്പിൻ്റെയും ചരിത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം, ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. 2:7 നിലത്തിലെ പൊടി കൊണ്ട് അവനെ സൃഷ്ടിച്ചു. 25 ആ പൊടി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. 3:7, 21 എന്നീ വാക്യങ്ങളും ശ്രദ്ധിച്ചു പഠിക്കുക. അവിടെ അവരുടെ പാപത്തിൻ്റെയും അതിനാലുണ്ടായ നഗ്നതയുടെയും
പരിഹാരവും പ്രായശ്ചിത്വവുമായി അറുക്കപ്പെട്ട മൃഗം ഏതായിരുന്നുവെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ വെളിപ്പെടുത്തപ്പെടാതിരുന്ന വായനക്കാർ ഏവരും അറിയുന്നതിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അറുക്കപ്പെട്ട മൃഗം കാലസമ്പൂർണതയിൽ ആദാമ്യ സന്തതിയുടെ പാപപരിഹാരാർത്ഥം കാൽവറി മലയിൽ ഗോൽഗോഥ കുന്നിന്മേൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിന്മേൽ സ്വയം യാഗമായി അർപ്പിക്കപ്പെട്ട ദൈവപുത്രനും ദൈവകുഞ്ഞാടുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴൽ ആയിരുന്ന കുഞ്ഞാടാണ് അവിടെ അറുക്കപ്പെട്ടത് എന്ന് ഉൽപ്പത്തി 3:21 യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:29, 35 എന്നീ വാക്യങ്ങളും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ഉം 13-ാം അധ്യായം 8-ാമത്തെ വാക്യവും കോർത്തിണക്കി ചേർത്ത് പഠിച്ചാൽ മതി. എന്താണതിന് കാരണം? അറിയപ്പെടാത്തത് വല്ലതുമുണ്ടെങ്കിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത് എന്ന് യെശയ്യാ പ്രവാചകൻ 34-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നുമാകുന്നു മനുഷ്യൻ ദൈവത്തോടും ദൈവകൽപ്പനയോടും ചെയ്യുന്ന ഏത് പാപം, ലംഘനം, അതിക്രമം ആദിയായവകൾക്കുള്ള ഏക പരിഹാരമാർഗം രക്തം ചൊരിഞ്ഞുള്ള യാഗം മാത്രമാകുന്നു എന്ന ദൈവിക വ്യവസ്ഥ സ്ഥാപിതമായത്. എബ്രായർക്ക് എഴുതിയ 9:22 വായിച്ചുകൊണ്ടാൽ മതി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല എന്നെഴുതിയിരിക്കുന്നു. ഇത് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് അവൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന രക്തം മുഴുവനായിരുന്നു ചിന്തപ്പെടേണ്ടിരുന്നതെങ്കിൽ മനുഷ്യൻ്റെ കഥ എന്താകുമായിരുന്നു? ഇത് ദൈവം സ്വന്തമായി നേരിട്ട് നടത്തിയ രക്തച്ചൊരിച്ചിലിൽ കൂടെയുള്ള ആദ്യയാഗവും പ്രായശ്ചിത്തവും അത്രേ. അടുത്തതായി, അതായത് രണ്ടാമതായി, മാനവചരിത്രത്തിൽ രക്തം ചൊരിയപ്പെട്ട സംഭവം ഭൂമിയിൽ ഒന്നാമതായ മനുഷ്യൻ ദ്വാരം ജനിച്ച ഒന്നാമത്തെ മനുഷ്യനായിരുന്ന ആദാമിൻ്റെ സന്തതി കയീൻ അവന് ശേഷം ജനിച്ച തൻ്റെ സ്വന്തം സഹോദരൻ ഹാബേലിനെ ഇരുവരും നടത്തിയ വഴിപാടുകളുടെ പരിണതഫലമായി കൊല ചെയ്ത സംഭവമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കയീൻ തൻ്റെ സ്വന്തം സഹോദരനെ കൊല ചെയ്ത ശേഷം യഹോവയാം ദൈവം കയീനോട് ഉര ചെയ്ത വചനം ശ്രദ്ധിക്കുക. നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 4:10. ഹാബേൽ കഴിച്ച രക്തം ചൊരിഞ്ഞുള്ള യാഗം തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലിനെ കൊണ്ടുള്ള യാഗമായിരുന്നു. അതിൽ ദൈവം പ്രസാദിക്കുകയും സഹോദരൻ കഴിച്ച നിലത്തെ അനുഭവങ്ങളുടെ സസ്യയാഗം, വെജിറ്റേറിയൻ യാഗം, രക്തം ചൊരിയാതെയുള്ള യാഗം ആയിരുന്നതുകൊണ്ട് ദൈവം അവയിൽ പ്രസാദിച്ചില്ല എന്നുമുള്ള ഒരേ കാരണത്താൽ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. ദൈവപ്രസാദം ലഭിക്കുന്ന ഏവർക്കും ദൈവപ്രസാദം ലഭിക്കാത്തവർ ശത്രുക്കളും വേണ്ടി വന്നാൽ കൊല ചെയ്യുകയും ചെയ്യും എന്ന് മറന്നു പോകരുത്. അത് രാഷ്ട്രീയ ലോകത്തിലോ ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ആത്മീയ ലോകത്തിലും അങ്ങനെ തന്നെ. കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന ദൈവദാസീദാസന്മാരോട് വൈരാഗ്യവും കോപവും ക്രോധവും കാണിക്കുന്ന അനാത്മീയരല്ലേ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും രക്തം ചൊരിഞ്ഞ് തദ്വിഷയത്തെ സംബന്ധിച്ച് ആ സംഭവത്തിന് 4000 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ പൗലോസ് കുറിച്ചു വച്ചിരിക്കുന്ന തിരുവചനം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിപ്രകാരമാകുന്നു: വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ 2024 വർഷം ഈ ദിവസവും നമ്മൾ ഹാബേലിനെ കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ദൈവം അവിടെ അരുളി ചെയ്തത് പൗലോസ് ആവർത്തിച്ചതുകൊണ്ടാണ്. അടുത്തതായി നാം ദർശിക്കുന്ന രക്തം ചൊരിഞ്ഞുള്ള യാഗം നോഹയുടേതത്രേ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ദൈവം നോഹയോട് ആദാമിന് കൊടുത്ത ഭക്ഷണക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി, അതായത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, ഉൽപ്പത്തി പുസ്തകം
2 16 വാക്യം ആദാമിന് കൊടുത്ത ഒന്നാമത്തെ ഭാഗ്യ കൽപ്പന. അർത്ഥാൽ ഫല ആഹാരം, ഫ്രൂട്ട് ആഹാരം. എന്നാൽ പാപം ചെയ്ത ശേഷം ആ വ്യവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി രണ്ടാമത്തെ അവസ്ഥയിലേക്ക് കയറി. നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിച്ച് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം, അതായത് പഴം നീ തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയും നീ അഹോവൃത്തി ചെയ്യുന്ന ഭൂമിയിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്കാഹാരമാകും. വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറി, ഫല ആഹാരം മാറി, സസ്യാഹാരമായി മാറി. ഭൂതര ജന്തുക്കളൊക്കെയും നിങ്ങൾക്കാഹാരമായിരിക്കട്ടെ. മൂന്നാമത്തെ വിഷയമാണ്, പച്ച സസ്യം പോലെ അവ നിനക്കാഹാരമായി തന്നിരിക്കുന്നു. പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം അവ തിന്നരുത്. നോഹയ്ക്ക് കൊടുത്ത കൽപ്പന: 1 ഫലം ആഹാരം, 2 സസ്യാഹാരം. നോഹയുടെ കാലം വന്നപ്പോൾ അത് മാംസാഹാരമായി മാറി. ഉൽപ്പത്തി പുസ്തകം 9:3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇപ്രകാരം മനുഷ്യൻ്റെ ആഹാരം പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഇലവർഗ്ഗങ്ങളിലേക്കും, ഇലവർഗ്ഗങ്ങളിൽ നിന്ന് മൃഗഭക്ഷണങ്ങളിലേക്കും, മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്ന രീതിയിലേക്കും മാറി. നോൺ വെജിറ്റേറിയൻ മാറ്റപ്പെട്ടു. ഇനിയും ഇത് അങ്ങനെ തന്നെ തുടരും എന്ന് ചിന്തിക്കരുത്. എഫെസ്യർക്കെഴുതിയ 1 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ കാണുന്നത് പോലെ ഇനിയും സകലതും ആദിയിലെന്നതുപോലെ, ആദാമിൻ്റെ കാലത്തെന്ന പോലെ, നോഹയുടെ കാലത്തല്ല, ആദാമിൻ്റെ കാലത്തതുപോലെ സഹസ്രാബ്ദത്തിൽ ഒരു മനുഷ്യൻ ഒരാടും ഒരു മുന്തിരിത്തോട്ടം കൊണ്ട് ഉപജീവനം കഴിക്കും. മനുഷ്യൻ വീണ്ടും ഫലം മാത്രം ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കും 1000 വർഷം. അതിനു മുൻപ് നോഹയും കുടുംബവും പെട്ടകത്തിൽ നിറങ്ങിയ ശേഷം ഒരു യാഗപീഠം പണിതു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും എല്ലാ പറവുകളിൽ നിന്നും ചിലതിനെ എടുത്ത് യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 8:20. അനന്തരം യഹോവയായ ദൈവം നോഹയോട് അരുളിച്ചെയ്തത്: നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. ഉൽപ്പത്തി പുസ്തകം 8:20, 9:5. വിഷയം തുടരുകയാണ്. രക്തത്തെ സംബന്ധിച്ചുള്ള ദൈവിക പ്രമാണം സംബന്ധിച്ച് ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ അത് ഇഴജന്തുവിൻ്റെതാകട്ടെ, പക്ഷിയുടേതാകട്ടെ, മൃഗങ്ങളുടേതാകട്ടെ, രക്തം ഭക്ഷിച്ചവൻ്റെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച്, അത് രഹസ്യമോ പരസ്യമോ യഹോവയുടെ കണ്ണിന് മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലല്ലോ, അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് എന്ന് ലേവ്യ പുസ്തകം 17:11, 14, എബ്രായർ 9:22 എന്നീ വാക്യങ്ങളിൽ കാണുന്നു. ചുരുക്കത്തിൽ മൃഗങ്ങളുടെ രക്തം ആയിരുന്നു മനുഷ്യൻ ചെയ്യുന്ന ഏത് കൽപ്പന ലംഘനത്തിനും പ്രായശ്ചിത്തമായി ദൈവ മുൻപിൽ അർപ്പിക്കപ്പെട്ടിരുന്നത്. രക്തത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. വിടുന്നില്ല, തുടരുകയാണ്. വളരെ ആഴമായ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താകുന്നുവെന്ന് ഗ്രഹിക്കുന്നു. പഴയ നിയമവും രക്തത്തിൻ്റെ പ്രാധാന്യവും പഴയ നിയമവും. കർത്താവെ, കേൾവിക്കാരായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. തിരുസന്നിധിയിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. തിരുവചനം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് ഹൃദയത്തെ തുറന്നു തരണമേ. ഈ വചനം ഗ്രഹിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിനാൽ നന്ദി. ദൂതർക്ക് കൂടെ ലഭിക്കാത്ത മഹാഭാഗ്യമാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അതിമഹത്വകരമായ ശുശ്രൂഷയിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ ദൂതന്മാരും വെമ്പൽ കൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിലും അത് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് പത്രോസ് എഴുതിയിരിക്കുന്ന വചനത്തിൽ ഞങ്ങൾ കാണുന്നു. 1 ലേഖനം 1 അധ്യായം 10 വാക്യം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യപദവി കർത്താവെ വിനിയോഗിക്കേണ്ടതുപോലെ വിനിയോഗിച്ച് ദൈവമഹത്വം ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപയും ശക്തിയും നൽകുമാറാകണമേ എന്ന് ഒരിക്കൽ കൂടെ അടിയങ്ങളെ തിരുസന്നിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.